എന്ത് പറ്റിയൊരു വിഷമം? എടി ആമി, എൻ്റെ എയർപോർട്ട് വർക്കാവണില്ല അടി. എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭയങ്കര നിർബന്ധമാണ്. നമ്മളെന്തായാലും ഇപ്പോൾ പുറത്തല്ലേ, നമുക്ക് എക്സ്ട്രാ പോയി ഒന്ന് നോക്കിയാലോ? എക്സ്ട്രാ ഉണ്ടാവോ? നീ മമ്മേൻ്റെ ഫോണിന് എടുത്തിട്ട് വാ. അതിനകത്ത് നമുക്ക് പിക്കപ്പ് ഉണ്ടെങ്കിൽ പിക്കപ്പ് കാണിക്കുമല്ലോ. നമുക്ക് ഏതാ ഉള്ളത്, എന്താ അവൈലബിൾ ആയിട്ട് ഏതാണെന്ന് നോക്കാം. കാരണം എനിക്കിത് ഇല്ലാതെ ഡ്യൂട്ടിക്ക് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ തന്നെ എടുത്തിട്ട്. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഇത് നല്ല പ്രൈസ് വർത്തിയല്ലേ? ഇത് നോക്കിയാലോ? പപ്പായ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ എമിലെ, എൻ്റെ എയർപോർട്ട് കേട് വന്ന എക്സ്ട്രയിലാണ് ഞങ്ങൾ നോക്കിയത്. അവൈലബിൾ ആണ്, പിക്കപ്പ് ചെയ്യട്ടെ? ശരി. പപ്പ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മെസ്സേജ് വന്നല്ലോ. അത്ര ഈസി ആയിരുന്നു എക്സ്ട്രേൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് പോവാം. ഏതായാലും ഞങ്ങൾ എക്സ്ട്രയിൽ പോവാം. എക്സ്ട്രയിലെ കാഴ്ചകൾ കാണാൻ നിങ്ങളും ഞങ്ങളൊപ്പം പോരെ. എക്സ്ട്രയിലൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പം നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന എയർപോർട്സ് ആണിത്. എയർപോർട്സ് പ്രോ 2. അത് കംപ്ലൈൻ്റ് ആയി. എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് അറിയില്ല. നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു, നിലത്തൊന്നും വീണിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. എനിക്ക് തോന്നുന്ന ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വർക്ക് ചെയ്യാതായി ഒന്ന്, പിന്നെ ഇപ്പോൾ ഇതാ പറ്റ ഡെഡായി. അങ്ങനെ ഞങ്ങളിന്ന് ഒരു എയർപോർട്സ് 4 വിത്ത് ANC ആണ് വാങ്ങിയിട്ടുള്ളത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത്. സോറി, അതാ അൺബോക്സിംഗ് ആണ്. ഇത് വല്ലാത്തൊരു ഫീലാട്ടോ, ഈ ഒരു സ്റ്റിക്കർ പറിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പുതിയ ആപ്പിൾ പ്രൊഡക്റ്റ്. ആലിയ, നമ്മൾ കേസ് മാറ്റേണ്ടി വരും മോളെ, പറ്റ ചെറുതാണ്. ആലിയക്ക് എയർപോർട്ട് മാറ്റുന്നതിനേക്കാളും സങ്കടം അവളുടെ ഇതിൻ്റെ ഒരു കേസ് ഉണ്ട്, ഒരു പെങ്കിൻ്റെ കേസ്. അത് മാറ്റുന്നതാ. കാണിച്ചുതരാം. ഇതാ ദിസ് വൺ. അതിങ്ങനെ തുറക്കും അടയ്ക്കും ചെയ്യണം ഈ കേസ്. ഇത് മാറ്റണതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം. പക്ഷെ മാറ്റേണ്ടി വരും, ഇതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. ഇതാ അങ്ങനെ 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 എടുത്തു. ഇത് കൊള്ളാട്ടോ. നമ്മളെ പ്രോനേക്കാളും ചെവിയിലിരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ കുറവ് ഉണ്ടാവും തോന്നുന്നു. ആക്റ്റീവ് ന്യൂസ് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് രണ്ടും വെച്ചോടുകൂടി ഒന്നും കേൾക്കാതായി. ഇവിടെ ഒരു ഫാൻ ഓൾറെഡി റണ്ണിങ് ആണ്, അതിൻ്റെ സൗണ്ട് പോലും കേൾക്കുന്നില്ല. കൊള്ളാം. ഇതിനി കണക്ട് ചെയ്തിട്ട് ബാക്കി റിവ്യൂ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ എമിൽ സൈനിങ് ഓഫ് ഫ്രം ഹാപ്പി ഹൈവ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.